നമസ്കാരം. ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. വളരെ ശക്തമായ പ്രതിരോധ കരുത്ത് തന്നെയാണ് ഇന്ത്യക്ക് ഇനി ആവശ്യമുള്ളത്. അതിനുള്ള നീക്കങ്ങൾ ISRO തയ്യാറാക്കി വരികയാണ്. രാജ്യത്തിൻ്റെ പ്രതിരോധ ശക്തിക്ക് കൂടുതൽ കരുത്തു പകരേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് ISRO ഒരുങ്ങിയിരിക്കുന്നത്. ജിയോ ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി അടുത്ത 5 വർഷത്തിനുള്ളിൽ 50-ലധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ഒരു പദ്ധതിയാണ് ISRO ഇടുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ISRO ചെയർമാൻ S. സോമനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈനികരുടെ നീക്കം വീക്ഷിക്കുന്നതിനും ഭൂപ്രകൃതി നിരീക്ഷിക്കുന്നതിനും ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശം ചിത്രീകരിക്കുന്നതിനുമായി വിവിധ ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങളുടെ ഒരു പാളി നിർമ്മിക്കാനും ISRO ലക്ഷ്യമിടുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുംബൈ IIT-യിൽ വെച്ച് നടന്ന ടെക് ഫെസ്റ്റിനിടയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഒരു ശക്തമായ രാജ്യമായി ഇന്ത്യ മാറണം. ഇന്ത്യ അതിന് മാറണമെങ്കിൽ നിലവിൽ രാജ്യത്തിലുള്ള ഉപഗ്രഹ ശൃംഖല മതിയാകില്ല. ഇനിയും കൂടുതൽ വേണ്ടിവരും. നിലവിലുള്ളതിൻ്റെ 10 ഇരട്ടിയോളം അതിനായി ആവശ്യമുണ്ട്. മാറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഉപഗ്രഹങ്ങളുടെ കഴിവിനെ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. സൂക്ഷ്മത വർദ്ധിപ്പിക്കണം. ഡേറ്റകൾ വിശകലനം ചെയ്യുന്നതിനും ഈ ഡേറ്റകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും കൂടാതെ ആവശ്യമുള്ളത് സംരക്ഷിക്കാനുമുള്ള AI സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കുതിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ സംരക്ഷണത്തിൻ്റെ ഭാഗമായി രാജ്യാതിർത്തികളും അയൽ രാജ്യങ്ങളും നിരീക്ഷിക്കുന്നതിൽ ഉപഗ്രഹങ്ങൾക്കുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊരിക്കലും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. അതിനുവേണ്ടി ഒട്ടനവധി ഉപഗ്രഹങ്ങളാണ് ISRO നിർമ്മിച്ചെടുക്കുന്നത്. ഇതുപോലെയുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ പ്രതിരോധ കരുത്ത്, പ്രതിരോധ ശക്തി എന്നത് 10 മടങ്ങാക്കാനായി നമുക്ക് കഴിയുമെന്നാണ് S. സോമനാഥ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചുള്ള ഒരു നീക്കം തന്നെയാണ് നിലവിൽ നടത്താനായി ഉദ്ദേശിക്കുന്നത്.